യാക്കോബായ സഭയെ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത നയിക്കും. സമാനതകളില്ലാത്ത പ്രതിസന്ധികൾക്കിടെയാണ് യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത ചുമതലയേൽക്കുന്നത്. രാത്രി 7:30 ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേമപ്രവർത്തനങ്ങളുടെ നേതാവ്, സഭയ്ക്ക് പൊതുസമൂഹത്തിൽ മേൽവിലാസം നൽകിയ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരക്കാരൻ, സഭയുടെ സാമൂഹിക രാഷ്ട്രീയ നിലപാട് തെളിമയോടെ പറയുന്ന നേതാവ് എന്നിങ്ങനെയെല്ലാം കഴിവ് തെളിയിച്ച ജോസഫ് മാർ ഗ്രിഗോറിയോസ് ആയിരിക്കും ഇനി തോമസ് പ്രഥമൻ ബാവയ്ക്ക് ശേഷം യാക്കോബായ സഭയെ നയിക്കുന്നത്. വിദേശ വിദ്യാഭ്യാസവും വിദൂര രാജ്യങ്ങളിലേക്ക് സഭാ സാന്നിധ്യവും വളർത്തിയെടുത്ത സുദീർഘമായ അനുഭവങ്ങളാണ് ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയുടെ കരുത്ത്. മലങ്കര മെത്രാപ്പോലിത്തയായ ഇദ്ദേഹത്തെ യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ലെബനിലെ റൂട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പാത്രിയാർക്കാസ് ബാവയായിരിക്കും വാഴിക്കുക. രാത്രി 7:30 ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ച് 8:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും. പുതുതായി കൂദാശ കഴിഞ്ഞ സെന്റ് മേരീസ് കത്തീഡ്രലിലായിരിക്കും ചടങ്ങുകൾ നടക്കുക. കേരള കേന്ദ്ര സർക്കാർ പ്രതിനിധികളടക്കം നിരവധി വിശ്വാസ സമൂഹമാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ലെബനിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,